എൻ്റെ 2 മക്കളും ആദ്യമായിട്ടാണ് ഒരു സിനിമ കണ്ടിട്ട് നിങ്ങളുടെ സിനിമ കൊള്ളാമെന്ന് പറഞ്ഞത്. OTT എന്നൊക്കെ പറയുന്ന പടങ്ങൾ എടുക്കാതാവുന്ന സമയത്ത് നമുക്ക് തിയേറ്റർ എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യത്തിൽ ഇനി സിനിമ ചെയ്യാൻ പറ്റും. പഴയ പോലെ ഒരു ഇലവിഴ പുഞ്ചിറ എനിക്കിനി ചിന്തിക്കാൻ പറ്റില്ല. ആദ്യ സിനിമ ജോസഫ് എഴുതിയതും കുറ്റാന്വേഷണം ആയതുകൊണ്ടും രണ്ടാമത് വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു നായാട്ട്. ഇപ്പോൾ ആര് ചോദിച്ചാലും പോലീസ് കഥകളാണ്. പിന്നെ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ വീട് പണിക്ക് കുറച്ച് അഡ്വാൻസ് ഒക്കെ വാങ്ങിച്ചാൽ കടമൊക്കെ തീർക്കണമെങ്കിൽ കൊമേഴ്ഷ്യലി പോലീസ് പടം എഴുതിയേ പറ്റൂ. അങ്ങനെയുള്ള എഴുത്തുകാരെല്ലാം പുസ്തകങ്ങൾ വായിച്ച് നമ്മൾ തന്നെ അറിയാതെ നമ്മളെന്തോ അസ്തിത്വ പ്രശ്നമൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് അസ്തിത്വ പ്രശ്നമുള്ള നായകന്മാരായിരിക്കും മിക്കവാറും എല്ലാവരും. പോത്തട്ടം വിളിച്ചിട്ടിനോട് ചോദിച്ചാൽ എടാ ഞാനൊരു പടം ചെയ്യുന്നുണ്ട്, പോലീസ് സ്റ്റോറിയാണ്, നീ അസിസ്റ്റൻ്റ് ആവുന്നതെന്ന് ചോദിച്ചു. ആ കോള് ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ കാത്തിരുന്ന കോളായിരുന്നു. ഒന്നും നോക്കിയില്ല. അപ്പോൾ തന്നെ ഞാൻ ശരിക്കും തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ അത്ര ട്രോമയൊന്നുമില്ല. പെൺമക്കളുള്ള അമ്മമാർ അവരെയും കൂട്ടി ഒരുമിച്ചിരുന്ന സിനിമ കാണണം, അല്ലെ അച്ഛന്മാർ അല്ലെങ്കിൽ ശ്രദ്ധിക്കണം, അങ്ങനൊരു രീതിയിൽ ഇത് വർക്കാവുന്നുണ്ട്. കഥ മമ്മൂക്ക കേട്ടിട്ടില്ല ആക്ച്വലി. പുള്ളിയുടെ ഇതുണ്ട് ജോർജ് എന്ന് പറയുന്നത്, അദ്ദേഹമാണ് കേട്ടപ്പോൾ അദ്ദേഹം ഒരു ഷോർട്ട് സ്റ്റോറിയുടെ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം ചാക്കോച്ചൻ്റെ പെർഫോമൻസ് ആണ്. ജോസഫ്, നായാട്ട്, ഇലവീഴ പൂഞ്ചിറ, ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഈ സിനിമയുടെ തിരക്കഥാകൃത്തായ ഷാഹി കബീറാണെന്ന് റിപ്പോർട്ടർ ടീ കോപ്പി ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇപ്പോൾ സൂപ്പർ ഹിറ്റായിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഷാഹി കബീർ എന്നുള്ള തിരക്കഥാകൃത്ത് എഴുതിയിട്ടുള്ള ജോസഫ് ആയാലും നായാട്ടായാലും ഇലവീഴ പൂഞ്ചിറ ആയാലും ഒരു സ്ലോ ബേൺ, ഒരു നല്ലൊരു റിയലിസ്റ്റിക് പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു റിയലിസ്റ്റിക് സ്വഭാവമുള്ള സിനിമയാണ്. അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഇത് കുറച്ചുകൂടി കൊമേഴ്ഷ്യലി ബ്ലെൻഡ് ചെയ്ത് ഇപ്പോൾ നല്ല മാസ് BGM ഒക്കെ ഇട്ട് അത്യാവശ്യം കുറച്ചൊക്കെ മാസ് സീൻസൊക്കെ ഇട്ട് അത്രയും എലിവേറ്റ് ചെയ്യുന്നില്ലെങ്കിലും ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓഫീസർ ഡ്യൂട്ടിയിലോട്ട് എത്തിയപ്പോഴത്തേക്കും അങ്ങനെ ഒരു ചേഞ്ച് റൈറ്റിംഗ് സ്റ്റൈലിലാണെങ്കിലും ഇപ്പം മേക്കിങ്ങിലെ വേറെ ഡയറക്റ്റ് ആണെങ്കിലും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇല്ല, ഇതിൻ്റെ അകത്ത് ആദ്യമേ തന്നെ സംവിധായകന് എല്ലാത്തരം ജനങ്ങൾക്കും കണക്റ്റ് ആവുന്ന ഒരു സിനിമ വേണമെന്നുള്ളതായിരുന്നു പുള്ളിയുടെ ആഗ്രഹം. ഇപ്പോൾ പ്രൊഡ്യൂസറായ മാർട്ടിൻ ചേട്ടനും കുറച്ചുകൂടെ തിയേറ്ററിക്കൽ. ഇപ്പം നമുക്കറിയാം OTT അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പടമെടുക്കൽ വളരെ കുറച്ചു. ആഫ്റ്റർ റിലീസാണ് എടുക്കുന്നത് പലപ്പോഴും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന സിനിമ എന്നുള്ളൊരു ഫോർമാറ്റേ നമുക്കിനി ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഇനി പഴയ പോലെ ഒരു ഇലവിഴ പുഞ്ചിറ എനിക്കിനി ചിന്തിക്കാൻ പറ്റില്ല. കാരണം അതൊരു പർട്ടിക്കുലർ ആൾക്കാർ മാത്രമേ കാണൂ, അതിനപ്പുറത്തോട്ട് റീച്ച് കിട്ടില്ല. അപ്പം അതുകൊണ്ടൊരു കൊമേഴ്ഷ്യൽ ചിന്ത ഉണ്ടായിരുന്നു, അതിനുവേണ്ട ശ്രമങ്ങളാണ് നടത്തിയത്. ഇപ്പോൾ ചാക്കോച്ചൻ മെയിൻ ക്യാരക്ടറായിട്ട് ഇപ്പോൾ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ ചാക്കോച്ചൻ തന്നെയാണ് മെയിൻ ലീഡ് ആക്ടർ എന്നുള്ളത് തീരുമാനിച്ചത് തന്നെയാണോ, അതോ റൈറ്റിംഗ് കഴിഞ്ഞിട്ടാണോ നിങ്ങൾ തീരുമാനിച്ചത്? ഇല്ല, ഞാൻ എല്ലാ കഥകളും ജോസഫ് അടക്കം ഒരു കഥാപാത്രത്തോട് അല്ലെ ഒരു ആക്ടറോട് പറഞ്ഞു, എൻ്റെ ബേസിക് ഐഡിയ പറഞ്ഞു. അപ്പോൾ അവർക്ക് അത് ഇഷ്ടമായി ചെയ്യാമെന്ന് പറയുമ്പം നമുക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട്. പ്ലസ്സുകളും മൈനസുകളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഒരു ആക്ടറെ. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് എഴുതാൻ പറ്റും. അതുമല്ല പിന്നീട് നമുക്ക് കുറച്ച് സൗഹൃദമുള്ള ആളാണ് ചാക്കോച്ചൻ. ഇപ്പോൾ ജോസഫ് കഴിഞ്ഞപ്പോൾ തൊട്ട് നായരിലാണല്ലോ അതിന് ശേഷമൊക്കെ മിക്കവാറും വിളിക്കുകയോ കാണുകയോ സംസാരിക്കുകയോ അല്ലെ ഒരുമിച്ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിച്ചാൽ ഇന്നാണൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ചാക്കോച്ചനോട് പറയും. അങ്ങനെ ഓക്കെ അല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ പടം കണ്ടു കാണാം അങ്ങനത്തെ ഒരു സീനൊക്കെ. കാരണം നമുക്കിത് ബേസിക്കലി ചാക്കോച്ചൻ എന്ന് പറയുന്ന ആളെ ഫസ്റ്റ് സീനിൽ തന്നെ ബ്രേക്ക് ചെയ്യണം ഈ പടത്തിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സീനൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യാൻ നേരം ആദ്യമേ നമ്മൾ ചോദിച്ചിട്ട് അല്ലാതൊരു തുടക്കം കിട്ടണം. ആ ഒറ്റ തുടക്കം ആണ് സിനിമയെ പിന്നെ കൊണ്ടുപോകുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ സീൻ ഇപ്പോൾ ചാക്കോച്ചനാണ് വിളിച്ച് ചോദിച്ചേ പറ്റൂ. കാരണം പുള്ളിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അപ്പോൾ പുള്ളി ഓക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഫ്രീഡം ഉണ്ട്, അത് എഴുത്തിന് നമുക്കെപ്പോഴും ഗുണകരമാണ്. ആർട്ടിസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. ഈ കഴിഞ്ഞ പടങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇതിൽ ചാക്കോച്ചൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള, ഒരുപാട് ഇമോഷൻസ്. പോലീസുകാരനാണെങ്കിൽ തന്നെ ഒരു സാധാരണക്കാരൻ, ഒരു പോലീസുകാരനല്ലാത്തൊരു വേറൊരു സൈഡും, പോലീസുകാർക്ക് വേറൊരു സൈഡും ഉണ്ട്. ഒരു മനുഷ്യ ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ ഒരു സംഭവം ഉണ്ടെന്ന് കാണിക്കുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് എഴുതുമ്പോൾ തന്നെ അത് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ വേണം, എന്തുള്ള ഒരു പോലീസ് റോളുകൾ പോലെ ആവരുത്. ഇല്ല, അങ്ങനെയല്ല. നമ്മളിപ്പം അങ്ങനൊരു പോലീസ് റോള് എന്നുള്ളതല്ലേ ചിന്തിക്കുന്ന. ഇപ്പം ഞാൻ സിനിമ കാണുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത് ഇപ്പോൾ ലോഹിതദാസ് സാറിൻ്റെ കഥാപാത്രങ്ങളുണ്ട്. ഭയങ്കര റൂട്ടഡാണ് അവർ, ഇമോഷൻസ് അങ്ങനത്തെയാണ്. നമ്മൾ അദ്ദേഹത്തിന് പല സിനിമകളെടുത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. അപ്പം അത് ആൾക്കാരിലോട്ട് ഏറ്റവും എളുപ്പം റീച്ച് ആവുന്നതുകൊണ്ട് നമ്മൾ അത്ര ഒരു മീറ്ററുകൾ ചിന്തിക്കുക. അതാണ് ആക്ച്വലി ഇതിൻ്റെ അകത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഇതിൽ ബാക്കി ക്യാരക്ടേഴ്സിലോട്ട് എത്തിയത് എങ്ങനെയായിരുന്നു? ലൈക്ക് ഈ ജിത്തു അഷ്റഫ് തന്നെയാണോ എല്ലാവരും തീരുമാനിച്ചതോ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ളത്? എനിക്ക് അല്ല, അതിപ്പം ഞാൻ പറയട്ടെ, ഇതിപ്പം മാർട്ടിൻ പ്രക്കാട്ടാണ് പ്രൊഡ്യൂസർ. ഇപ്പം ഞങ്ങൾ നായാട്ട് ഒരുമിച്ച് ചെയ്തതാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു
3-4 വർഷമായി എനിക്ക് തോന്നുന്നു 2018 ജോസഫ് എഴുതി തുടങ്ങുമ്പോൾ തൊട്ട് മാർട്ടിൻ്റെ ഫ്ലാറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സൗഹൃദമുണ്ട്. ജിത്തു ഉദാഹരണം സുജാത ചെയ്യുന്ന സമയത്ത് തൊട്ട് മാർട്ടിൻ്റെ കമ്മിൽ ഇത് ഉണ്ട്. അപ്പോൾ അതൊരു ഗ്രൂപ്പ് പരിപാടികളുണ്ട് എപ്പോഴും. അതൊരു മാന്യമായ ഡിസ്കഷൻ്റെ പരിപാടിയിലൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങളും അത്രയും ഡിസ്കഷൻ തന്നെയാണ്. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ എടുത്ത് ഇപ്പോൾ വില്ലനായിട്ട് കുറച്ച് ഈ യൂത്ത് കുറച്ച് പിള്ളേരെയാണ് ഇപ്പോൾ ഒരു വില്ലൻ ക്യാരക്ടറിലോട്ട് എത്തിച്ചിരിക്കുന്നത്, ഗ്യാങ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഓഡിയൻസിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണോ അങ്ങനെ ഒരു ഗ്യാങ്, ഒരു വില്ലൻ? ഇപ്പോൾ ബാംഗ്ലൂർ പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളെ തന്നെ വില്ലനാക്കി പോലീസുകാരുടെ ഇത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ആൾക്കാർക്ക് റിലേറ്റ് ആവുന്നത് നമ്മുടെ പരിസരത്ത് എവിടെയൊക്കെയോ കണ്ടു എന്ന് തോന്നുന്ന ചില വിഷയങ്ങൾ സിനിമയിൽ ചേർത്ത് വെച്ചാൽ കുറേ കൂടെ വിശ്വസനീയമാവുക കഥ. നമ്മളല്ലാതെ എവിടുന്നോ കൊണ്ടുവന്നാൽ കാര്യമില്ല. അപ്പോൾ അത്തരം ഒരു വിശ്വസനീയത നമുക്കെപ്പോഴും നമ്മുടെ ചുറ്റുവട്ടം നടക്കും. ഇപ്പോഴും അറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ കാണാം നമുക്ക് ഡ്രഗ്സ് യൂസ് ചെയ്ത പിള്ളേരുടെ പ്രവർത്തനങ്ങളും, അല്ലെങ്കിൽ ഭയങ്കര ഒരു മോശമായ സമയം എന്ന് പറയാം. എനിക്കൊന്ന് റാഗിങ് ഒക്കെ ഇല്ലാതിരിക്കുമായിരുന്നു, വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സിലൂടെയൊക്കെ പോകുമ്പം ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട്. ഇതിൽ ഈ ഡ്രഗ്സിൻ്റെ ഈ വിഷയം കൂടുതൽ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് ആൾക്കാരിലേക്ക് എത്തിയെന്ന് തോന്നുന്നുണ്ടോ? അല്ലെ തീർച്ചയായും എത്തിയെന്നാണ് തോന്നുന്നത്. നമ്മൾ അത്രയും പ്രതീക്ഷയില്ലെങ്കിലും പല റിവ്യൂകളിലും അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ ഒരു സിനിമ റൺ ചെയ്യുന്ന ഇപ്പോഴെങ്ങനെയാണെന്ന് ചോദിച്ചാൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ മെസ്സേജിലൂടെ അപ്പോൾ പലരും അയച്ചു തരുന്നുണ്ട്. എന്താ വെച്ചാൽ പെൺമക്കളുള്ള അമ്മമാർ അവരെയും കൂട്ടി ഒരുമിച്ചിരുന്ന സിനിമ കാണണം, അല്ലെ അച്ഛന്മാർ അല്ലെങ്കിൽ ശ്രദ്ധിക്കണം, അങ്ങനൊരു രീതിയിൽ ഇത് വർക്കാവുന്നുണ്ട്. കാരണം ഫാമിലിക്കൊക്കെ ഇത് അവർ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഈ സിനിമ കണ്ട കുട്ടികൾക്ക് മനസ്സിലാവുമെന്നൊരു തോന്നുന്നു. പിന്നെ ഇപ്പോൾ ഒരു പോലീസുകാരനായിരുന്നല്ലോ, അപ്പോൾ ഈ റിയൽ ലൈഫ് ഇൻസിഡൻസ് ഒരുപാട് ഈ എഴുത്തിൽ സഹായകരമായിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇപ്പം ജോസഫിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആദ്യമേ സിനിമ എഴുതാൻ നടക്കുന്ന സമയത്ത് അല്ലെ അങ്ങനെ ഞാൻ വേറൊരു കഥയാണ് എഴുതിയിരുന്നത്. അപ്പോൾ അത് വായിച്ച ലിജിൻ ജോസ് എന്ന് പറയുന്ന ആളാണ് നിങ്ങൾക്ക് കുറ്റാന്വേഷണം എഴുതിക്കൂടെ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഒരു കുറ്റാന്വേഷണ സിനിമ എന്നുള്ള രീതിയിൽ മൊത്തം സൃഷ്ടിച്ചത്. അതിൻ്റെ അകത്ത് ജോസഫിൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ജോജുവിനോട് കഥ പറഞ്ഞിട്ടാണ് സിനിമ എഴുതുന്നത്. അന്ന് ജോജു അറിയല്ലോ, ഒരു സഹനടൻ എന്നുള്ള ലൈനിൽ തന്നെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതിന് ഒരു ഇൻട്രോ വേണ്ടി വരും നമുക്ക്, കാരണം ഇയാളെ വിശ്വസിക്കണം. അപ്പോൾ അതിന് മാത്രം ഉപയോഗിച്ചൊരു സാധനം പറയാം, പഴയിടം എന്ന് പറഞ്ഞൊരു കൊലപാതകം നടന്നിട്ടുണ്ട്, ഇരട്ട കൊലപാതകം. അപ്പോൾ പ്രതിയെ പിടിച്ച അങ്ങനൊന്നുമല്ല കേട്ടോ. അതിനൊരു അപ്പോൾ ആ മൊത്തം സ്പേസും കാര്യങ്ങളും എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ അതിനെ വേറൊരു രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ആഡ് ചെയ്തതാണത്. അല്ലാതെ വേറൊന്നിലും അങ്ങനൊരു പോലും. പിന്നെ ഡീറ്റെയിലിങ്ങിൽ ചിലപ്പോൾ എൻ്റെ പോലീസ് ജീവിതം വളരെ ഗുണം ചെയ്യും. ഉണ്ടാകാം. കാരണം നമ്മൾ ഇതുവരെ കണ്ടു വെച്ചിട്ടുള്ള ഒരു പോലീസ് സിനിമകളല്ല. ഇപ്പോൾ ഷാഹി കബീറിൻ്റെ സ്ക്രിപ്റ്റിലെ സിനിമകൾ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്, അത്യാവശ്യം റോ ആയിട്ടുള്ളൊരു പോലീസ് ലൈഫാണ് കാണിക്കുന്നത് എല്ലാ സിനിമയിലും. ഈ ജോസഫിൻ്റെ സ്റ്റാർട്ടിങ് സീൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇപ്പോൾ നായാട്ടിലാണെങ്കിലും ഇപ്പോൾ ഈ ഓഫീസർ ഡ്യൂട്ടി ആണെങ്കിലും സ്റ്റാർട്ടിങ് തന്നെ ഓരോ ഇൻസിഡൻറ്റ് കൊണ്ടിട്ടിട്ടാണ് കഥ തുടങ്ങുന്നത്. അതിപ്പോൾ ക്യാരക്ടർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണോ? അത് അങ്ങനെ വരുന്ന ഇൻസിഡൻസ് നിങ്ങൾ റിയൽ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ളതാണോ? അങ്ങനത്തെ കേസുകൾ ഇപ്പോൾ മാല മോഷ്ടിക്കുന്നത് ഇങ്ങനെ? ഇല്ല, അത് അങ്ങനല്ല, ഫിക്ഷനാണ് അത്. കാരണം നായാട്ടിൽ ഇപ്പം ഞാൻ പറയട്ടെ, എപ്പോഴും കഥാപാത്രത്തോടൊപ്പോഴായിരിക്കും പ്രേക്ഷകർ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ കഥാപാത്രത്തെ അങ്ങനെ പ്ലേസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്, അല്ലാതെ റിയൽ ലൈഫിലെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇലവിഴ പൂഞ്ചിറയിലോട്ട് വരുമ്പോൾ അതിലിപ്പോൾ അതും 100% ഫിക്ഷനാണ്. കാരണം ഞാനും ഇലവിഴ പൂഞ്ചിറയെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. എൻ്റെ റൈറ്റേഴ്സായ ഷാജി സാറും മാറ ഷാജി സാറും നിതീഷ് സാറും അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നല്ല സൗഹൃദത്തിലായിരുന്നു ക്യാമ്പ് തൊട്ടെ. അപ്പം നിതീഷ് സാർ ഒരു കഥ എഴുതിയതാണ് ആക്ച്വലി. അത് എനിക്കൊന്ന് ഇന്ന് പുള്ളി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, 5 വർഷമായി പുള്ളിയുടെ ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞു. അപ്പോൾ അവരത് സിനിമയാക്കാൻ നോക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചൊരു സമയത്ത് എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഞാനും അവിടെ വർക്ക് ചെയ്തതാണ്. ആ സ്ഥലം രസമുണ്ട്, ഒരു കൊറോണ സമയം. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു പ്ലാനിലോട്ട് വന്നു. പിന്നെ ആ ഷോർട്ട് സ്റ്റോറി മാറ്റണമല്ലോ, സിനിമ എന്ന് പറയുന്ന ഒരു ഫോമിലോട്ട് നമ്മൾ മാറ്റി അങ്ങനെ വർക്ക് ചെയ്തെടുത്തതാണ്. എന്തുകൊണ്ട് പോലീസ് സ്റ്റോറികൾ തന്നെ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു? ഞാൻ ആദ്യ സിനിമ ജോസഫ് എഴുതിയതും കുറ്റാന്വേഷണം ആയതുകൊണ്ടും രണ്ടാമത് വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റായിരുന്നു നായാട്ട്. എഴുത്തിൽ പേഴ്സണൽ ഫേവറേറ്റ് അതാണ്. അപ്പോൾ ആ സിനിമയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് ബ്രാൻഡിങ് ആയിപ്പോയി. ഇപ്പോൾ ആര് ചോദിച്ചാലും പോലീസ് കഥകളാണ്. പിന്നെ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ വീട് പണിക്ക് കുറച്ച് അഡ്വാൻസ് ഒക്കെ വാങ്ങിച്ചാൽ കടമൊക്കെ തീർക്കണമെങ്കിൽ കൊമേഴ്ഷ്യലി പോലീസ് പടം എഴുതിയേ പറ്റൂ. കടമൊക്കെ തീർന്നാൽ ബാക്കി എക്സ്പീരിയൻസ് വരാൻ പോകുന്ന ചിത്രം അത് നിങ്ങൾ പറഞ്ഞ കണക്കാണെങ്കിൽ എൻ്റെ കുറേ അനുഭവങ്ങളും എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ കുറച്ച് അനുഭവങ്ങളും പേഴ്സണലി ഞാൻ തന്നെ ഉണ്ടായിട്ട് അകത്ത് ഒരു പരിധി വരെ റോഷൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണ്, റോഷൻ ചെയ്ത കഥാപാത്രം ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണ് എന്ന് പറയാവുന്നൊരു കഥയാണ്. അത്
ഈ പറഞ്ഞ കണക്കാണ്. ഇലവിഴാപ്പൂഞ്ചിറ കണക്ക് അങ്ങനെ ഒരു സിനിമയല്ല, ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആദ്യമായി ഫണ്ണൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. പോലീസ് സ്റ്റോറി ആണെങ്കിലും കുറച്ച് കുറച്ച് ഫൺ എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു പരിപാടിയായിട്ടാണ് അത് പോകുന്നത്. പിന്നെ ഈ ഷാഹി കബീറിന്റെ ക്യാരക്ടേഴ്സിലോട്ട് വരുമ്പോൾ ഇപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും ചില സങ്കീർണതകളൊക്കെ കഴിഞ്ഞ് ഒരുപാട് അനുഭവിച്ച് ഡിപ്രഷൻ സ്റ്റേജ്, എല്ലാവർക്കും എന്തെങ്കിലും ഒരു വിരഹത, ദുഃഖവും ഭയങ്കര അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ക്യാരക്ടേഴ്സ് എഴുതുന്നത്? ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ കണക്കാണ്. നമ്മളിപ്പം ലോയിസ് സാറിൻ്റെ കഥകളുടെ ഇനിഷ്യൽ സമയങ്ങൾ കണ്ടാലും അല്ലെങ്കിൽ നമ്മൾ വായിച്ച പുസ്തകങ്ങളാവട്ടെ എല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. ഇപ്പം ഞാൻ ചെറുപ്പത്തിൽ വായിക്കാൻ തുടങ്ങി, അല്ലെ ഒരു പക്വത എത്തുന്നതിന് മുമ്പ് ഞാൻ പറയും, ചിലപ്പോൾ ഒരു 15 വയസ്സിലൊക്കെ വായനയുടെ ഒരു ഘട്ടമൊക്കെ എത്തിയത് എന്താ പറയുക അസ്തിത്വവാദത്തിലൊക്കെയാണ്. അപ്പോൾ ആ സമയം മൂന്തൻ സാർ, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആനന്ദ് സാറാണ്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള എഴുത്തുകാരുടെ എല്ലാം പുസ്തകങ്ങൾ വായിച്ച് നമ്മൾ തന്നെ അറിയാതെ നമ്മളെന്തോ അസ്തിത്വ പ്രശ്നമൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് അസ്തിത്വ പ്രശ്നമുള്ള നായകന്മാരായിരിക്കും മിക്കവാറും എല്ലാവരും. അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ച വായനയുടെ ശീലമായതുകൊണ്ടാവാം. ഞാൻ ശരിക്കും തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ അത്ര ട്രോമയൊന്നും ഇല്ല. പക്ഷേ ഷാഹി കബീർ മാനസിക രോഗിയാണ്. അങ്ങനെയല്ല, പക്ഷേ ഒരു എല്ലാത്തിലും ഒരു ഞാൻ അറിയാത്തൊരു വലിയ ഫൈൻഡിങ്സ് രാജേഷ് മാധവൻ അറിയാലോ, രാജേഷ് മാധവൻ ആക്ടർ. രാജേഷ് മാധവൻ ഞാനൊക്കെ തൊണ്ടിമുതൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ ഇങ്ങനെ കഥകൾ പറയുമ്പോൾ രാജേഷ് മാധവൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ലൈംഗിക പ്രശ്നമുണ്ട്, നിങ്ങളുടെ കഥാപാത്രങ്ങൾക്കൊക്കെ എന്തോ ലൈംഗിക പ്രശ്നമുള്ളതാണ് കാണാൻ സിനിമ എന്ന് പറഞ്ഞു ഫണ്ണായിട്ടത്. തൊണ്ടിമുതലിലോട്ട് വരുന്നത് എങ്ങനെയായിരുന്നു? സിനിമയുടെ ആദ്യത്തെ സമയത്തെ ശ്രമങ്ങളാണ്. ഞാൻ ആ ഇനിഷ്യൽ ടൈമിൽ ടോവിനോയോട് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അന്ന് മൊയ്തീനൊക്കെ മുമ്പാണ്. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച്. അപ്പോഴത്തേക്കൊരു പ്രൊഡ്യൂസർ പാടായിരുന്നു. അപ്പോൾ ആ സിനിമ ലിജിന് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ലിജിൻ ജോസ് വന്നു. പക്ഷേ പിന്നീട് അത് എല്ലാം മാറി മാറി പോയി. അതൊരു നെഗറ്റീവ് ഷെയ്ഡ് തന്നെ ക്യാരക്ടറായിരുന്നു. ഹീറോ ഇല്ല, ആൻറ്റി ഹീറോ എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു. അങ്ങനത്തെ ടേണും ടിസ്റ്റൊക്കെ ഉള്ള. അപ്പോൾ അതിൻ്റെ സമയത്ത് ടൊവിനോയ്ക്ക് അറിയായിരുന്നു. പിന്നീട് ടൊവിനോ ഗപ്പിയുടെ സമയത്ത് പോയപ്പോൾ പോത്തേട്ടനോട് എന്നെക്കുറിച്ച് പറയുകയും അങ്ങനെ ഞാൻ പോത്തേട്ടനൊക്കെ കഥ പറയാൻ ചെന്നതാണ്. അപ്പോൾ ഞാൻ ഡാർക്കാണല്ലോ, പോത്തേട്ടൻ അങ്ങനെ ഡാർക്കും അല്ല ആ സമയത്ത്. പിന്നീടാണ് ജോലി ചെയ്തത്. പോത്തേട്ടൻ പറഞ്ഞിട്ട് മഹേഷ് ചെയ്തിരിക്കുന്ന സമയത്താണ്. പോത്തേട്ടൻ പറഞ്ഞു, നിൻ്റെ എഴുത്തും പരിപാടിയൊക്കെ ഓക്കെയാണ്, എനിക്ക് കുറച്ച് ലൈറ്ററായിട്ടുള്ള റിയൽ പോലീസ് അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയൊക്കെയാണ് ഞാൻ നോക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുന്നത്, എന്തായാലും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പോത്തേട്ടൻ വിളിച്ചിട്ടെന്നോട് ചോദിച്ചാൽ, എടാ ഞാനൊരു പടം ചെയ്യുന്നുണ്ട്, പോലീസ് സ്റ്റോറിയാണ്, നീ അസിസ്റ്റൻ്റ് ആവുന്നതെന്ന് ചോദിച്ചു. ആ കോള് ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ കാത്തിരുന്ന കോളായിരുന്നു. ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ നേരെ പോയി. എങ്ങനെയുണ്ടെന്ന ഒരു എക്സ്പീരിയൻസ്? കാരണം ദിലീഷ് പോത്തൻ അത് ഭീകരമായ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം എല്ലാവരും വലിയ ആൾക്കാരാണ്. ഇപ്പം പോത്തേട്ടൻ, ഇപ്പോൾ രാജീവേട്ടനുണ്ട്, ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് ശ്യാം പുഷ്കരനുണ്ട്, സജീവേട്ടൻ എഴുതുന്നുണ്ട്. പിന്നെ നല്ലൊരു ടീമായിരുന്നു. നമുക്ക് കുറേ കൂടെ പോസ്റ്റ് പ്രൊഡക്ഷൻ തൊട്ട് അല്ലെ ലാസ്റ്റ് വരെയൊക്കെ സിനിമയുടെ ഫുൾ പ്രോസസ്സും പോത്തേട്ടൻ്റെ ചിന്തകളും അല്ലെ രാജീവേട്ടൻ്റെ പെർസ്പെക്റ്റീവുകളും അങ്ങനെ മീൻസ് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അവരെങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്നൊക്കെ ഉള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എത്രയും ഷാർപ്പായിട്ടാണ് അവർ കാര്യങ്ങൾ കാണുന്നതെന്ന് മനസ്സിലാക്കാം. അതിലാണ് എനിക്ക് അഭിനയിച്ചിട്ടുണ്ടെന്ന്. അത് പെട്ടെന്ന് രാജീവേട്ടനെ ലൊക്കേഷനൊക്കെ കാണാൻ പോകുമ്പം രാജീവേട്ടനെ കൊണ്ട് ഞാൻ പോയിട്ടുണ്ട് ഇടയ്ക്ക് തണ്ണീർമുഖ സൈഡിലൊക്കെ. അപ്പം റിഗ് വയ്ക്കാൻ നേരം വേറെ പോലീസുകാരും വേണ്ട, ഞാൻ ഓടിച്ചാൽ മതി, ക്യാമറയ്ക്ക് വിലയുള്ളതാണെന്ന് രാജുവേട്ടൻ പറഞ്ഞു. അങ്ങനെ യൂണിഫോം ഇട്ട് കയറി ഇരിക്കേണ്ടി വന്നതാണ്. ആക്സിഡൻ്റലി ഞാൻ പോത്തന്നെ എന്നോട് നീ അഭിനയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാനൊന്ന് പറഞ്ഞായിരുന്നു. കാരണം ഞാൻ സ്റ്റേജിലൊന്നും അങ്ങനെ കയറാത്ത ആളാണ്. അപ്പോൾ എൻ്റെ അത് കഴിഞ്ഞിട്ടാണ് ജോസഫിലോട്ടുള്ള അല്ല, ജോസഫിൻ്റെ സ്ക്രിപ്റ്റ് അതിനു മുമ്പ് തന്നെ ജോജുവായി, ഇപ്പം നമ്മുടെ ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഡയറക്ടർ ആലപ്പുഴക്കാരനാണ്, എൻ്റെ സുഹൃത്തിൻ്റെ ചേട്ടനാണ്. അനീഷ്മൺ എന്ന് പറഞ്ഞ എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ ചേട്ടനാണ്. പുള്ളി എന്ന സിനിമയിൽ എനിക്ക് ആരെയും പരിചയമില്ലാത്ത സമയത്ത് അനീഷ്മൻ പറഞ്ഞ് ബ്രദർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ജിത്തുവിനെ കാണുന്നു. അപ്പം ഇങ്ങനൊരു കഥയുണ്ട്, ജോസഫിൻ്റെ കഥയാണ്. ആരോടെങ്കിലും അപ്പം പറഞ്ഞു, ജിത്തു പറഞ്ഞു ജോജുവിനെ പരിചയമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ജോജുവിൻ്റെയൊക്കെ വന്നു. ജോജുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ജോജു ഞാൻ എഴുതാൻ തുടങ്ങി ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശമായിരുന്ന സമയത്ത് അതൊരു 3/4 ഭാഗമായ സമയത്താണ് തൊണ്ടിമല്ലി പോയത്. ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ് വരാമെന്ന് വെച്ച് പോയതാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി പെട്ടെന്ന് എടുക്കേണ്ട പണിയല്ല അതെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ പിന്നെ പപ്പയിലോട്ട് അതും എല്ലാം കണക്റ്റഡാണ് സ്റ്റോറീസ്. അപ്പം ഞാനും ജിത്തും കൂടെ ഒരു ആരോ എന്ന് പറഞ്ഞ സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടനാട് വള്ളംകളി ബേസ് ചെയ്തിട്ട്. ടോവിനോ വെച്ച് അനൗൺസ് ചെയ്ത് അതിന് മുമ്പ് തന്നെയുള്ളൊരു പ്രോസസ് ആയിരിക്കും. അതൊരു ജോസഫ് ഇറങ്ങുന്ന 2016 എഴുതിയ കഥയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി ഞങ്ങൾ മലമ്പുഴയിൽ പോയപ്പം ഒടിയൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട് അവിടെ.
അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അപ്പം പുള്ളി പറഞ്ഞ് അവിടെ വരെ സെറ്റിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വെറുതെ ചെന്നപ്പോൾ പപ്പേട്ടനെ കണ്ടു. ആ കാഴ്ചയിൽ തന്നെ വർഗവും വാസ്തവം ചെയ്ത പപ്പേട്ടന് ഈ കഥ വർക്കാവുന്നൊരു വിശ്വാസമായിരുന്നു. അന്ന് കഥയൊന്നും പറഞ്ഞില്ല, ഇതാണ് ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞ് സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് പോരുമായിരുന്നു. പിന്നീട് പപ്പേട്ടൻ ഒന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു, വിളിച്ചു, അങ്ങനെ ആയതാണ്. ജോസഫിലോട്ട് വരുമ്പോഴത്തേക്കും ജോസഫിലെ ക്യാരക്ടർ ഇതുപോലെ റിട്ടയർഡ് ഒരു പോലീസ് ഓഫീസറാണ്. ഈ നായാട്ടിലും പോലീസുകാർക്ക് സസ്പെൻഷൻ അല്ലെങ്കിൽ എന്താ അവർക്കൊരു ജോലി പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. ഈ ഇലവിഴപ്പൂഞ്ചിര അല്ല ഈ പറഞ്ഞ ഓഫീസർ ഡ്യൂട്ടിയിലാണ് കുഞ്ചാക്കോന്റെ ക്യാരക്ടറിനും അങ്ങനെ ഒരു സ്റ്റേജ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ താഴ്ചകൾ കൊടുക്കുന്നതിനാണ് ഈ ക്യാരക്ടറുകൾക്ക് എപ്പോഴും ഒരു ഇല്ല, റിട്ടയർഡ് ചെയ്ത പോലീസുകാരൻ ജോസഫിലാക്കിയത് മറ്റേ സ്ഥിരം മലയാള സിനിമയിലെ കുറ്റാന്വേഷണത്തിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ കണ്ടുവന്ന ഒത്തിരി സിനിമകളിൽ നിന്നൊരു മാറ്റം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ എന്താ പറയുക സസ്പെൻഷൻ ആവണം, അല്ലെ കൈകെട്ടി യൂണിഫോം ഇട്ടിരിക്കണം. അപ്പം അങ്ങനെ ഒരു കാഴ്ച മാറ്റാൻ വേണ്ടിയാണ് ഒരു റിട്ടയർഡ് പോലീസുകാരൻ്റെ ബ്രില്യൻസ് എന്നുള്ള രീതി ചിന്തിച്ചത്. അല്ലാതെ അതിൻ്റെ അകത്ത് വേറെ താഴ്ച ഉയർച്ചയൊന്നുമില്ല. നായാട്ടിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നായാട്ടിൽ അങ്ങനെ ആരും ഉയർച്ചയും താഴ്ചയൊന്നുമില്ല, എല്ലാവരും അവരവരുടെ ജോലിയിൽ കൂടെ പോകുന്നതാണ്. ഈ പഴയ പോലീസ് സിനിമകളിൽ നേരെ വ്യത്യസ്തമാണ് ഇപ്പോൾ ഇറങ്ങുന്ന പോലീസ് സിനിമകൾ. കുറച്ചുകൂടി പോലീസുകാരുടെ ജീവിതം ഒരുപാട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് ഇപ്പോൾ പ്രേക്ഷകന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ പഴയ സിനിമകളിലെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ മാസ്, അടി, ഇടി, ഇപ്പോൾ തെരുവിളിക്കുക, അങ്ങനെ ഒരു ഇമേജാണ് പോലീസിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മാറ്റം എങ്ങനെ, കാരണം എന്ത് തോന്നുന്നു, കാലം മാറിയ അനുസരിച്ചുള്ളൊരു മാറ്റമാണോ? കാലം മാറിയ അനുസരിച്ചുള്ള മാറ്റമാണ്. പണ്ട് ഇപ്പം അതിനെക്കുറിച്ച് എടുത്തുകൊണ്ട്, കാരണം ഒരു സമയത്ത് പ്രതികരിക്കാൻ പറ്റാത്ത ഒരു വലിയ ജനവിഭാഗം ഒരു ഹീറോയെ, അവരുടെ ആത്മസാക്ഷാത്കാരം ഹീറോയ്ക്ക് ഉണ്ട്. അവിടെ തൊട്ടാണ് അമിതാഭ് ബച്ചൻ ആംഗ്രി യങ് മാൻ, പോലീസിങ്, ആ സിസ്റ്റമൊക്കെ തുടങ്ങുന്നത്. അത് പിന്നീട് കുറേ കാലം കഴിഞ്ഞു. ഇപ്പം അങ്ങനെ ഒരു കാലമല്ല. പണ്ട് സുരേഷ് ഗോപി ആ ഒരു കാലത്ത് നിന്ന് ഭയങ്കരമായി മാറപ്പെട്ടു. അപ്പം ജനവും അങ്ങനെയാണ് കാണാൻ തുടങ്ങി. പിന്നെ സിനിമ മാറി, കുറേ കൂടെ സിനിമ ആൾക്കാർ കാണാൻ തുടങ്ങി. അപ്പം അത്തരം മാറ്റങ്ങളാണ് മലയാളത്തിലെ നല്ല മാറ്റങ്ങളായിട്ട് പറയാവുന്നത്. അതുപോലെ ഈ ജോസഫ് സിനിമയിൽ പറ്റി ഈ ഡെഡ് ബോഡിയുടെ ഒരു സീനുണ്ടല്ലോ, ഈ സ്മെല്ല് വന്നത്, അപ്പോൾ അത് റിയൽ ലൈഫിൽ നടന്നത്? അത് റിയൽ ലൈഫ് ആണ്. റിയൽ ലൈഫ് ഒരു 80 വയസ്സൊക്കെ ഉള്ളൊരു ടീച്ചറായിരുന്നു എന്ന് തോന്നുന്നു. ഒരു റബ്ബർ തോട്ടത്തിനടുക്ക് ഒറ്റയ്ക്കൊരു വീട്ടിലായിരുന്നു. അവർ മരിച്ചിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. അന്ന് എനിക്ക് ഇൻക്വസ്റ്റിന് പോകേണ്ടി വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഇൻക്വസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, ബോഡി എടുക്കണം, തിരിക്കണം, മറിക്കണം, ഭീകര സ്മെല്ലാണ്. അപ്പോൾ അതെന്നെ വല്ലാതെ എന്നെ ബാധിച്ചിരുന്നു. അപ്പോൾ അത് ഈ ക്യാരക്ടറിലോട്ട് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ അത് ജോജുവിനെ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇപ്പോൾ ഷൂട്ടിങ്ങിലാണല്ലോ, ഇപ്പോൾ ജോജുവിനോട് ഇപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ലൈക്ക് ജോജു ഒക്കെ ആ ക്യാരക്ടർ, ഈ ഷാഹിക്ക് സംഭവിച്ച സാധനം ജോജുവിന് കിട്ടണമല്ലോ. അതെന്തോ ഞാൻ പറഞ്ഞില്ലേ, ജോജുവായിട്ട് ഒരു മീറ്റർ ഭയങ്കര വർക്കിംഗ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞ എന്തോ എൻ്റെ കഥ പറച്ചിലിൻ്റെ രീതി എല്ലാവർക്കും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് അങ്ങനെ ഇച്ചിരി അതിഭാവത്വമൊക്കെ കലർത്തിയായിരിക്കും തള്ളെന്ന് പറയാം. ഈ സിനിമയുടെ ഈ ഓഫീസർ ഡ്യൂട്ടിയിൽ തിരിച്ചു വരുവാണെങ്കിൽ ഇതിൽ ഈ കുറച്ച് യൂത്ത് ആക്ടേഴ്സിന് എടുത്തിട്ടുണ്ടല്ലോ, വിശാഖ് നായർ, പിന്നെ കുറച്ച് റംസാൻ, പുതിയ ആൾക്കാർ, അവരിലോട്ട് എങ്ങനെയാണ് ഇവര് കാസ്റ്റിങ്ങിലോ കാര്യങ്ങൾ? കാസ്റ്റിംഗ് അത് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഡിഷൻ വിളിച്ചു, കുറേ കുട്ടികൾ ഓഡിഷൻ ചെയ്തു, അങ്ങനെ ഫൈനൽ സ്റ്റേജിൽ അവരെത്തിയാണ്. അത് അല്ലാതെ വൈശാഖ് നായരെ അല്ലാതെ വിളിച്ചാണ് ഒരു റംസാനും വിശാഖ് നായരെ അല്ലാതെ ബാക്കിയുള്ള കുട്ടികളെയൊക്കെ മെജോറിറ്റി അതിൻ്റെ അകത്ത് വന്ന ആൾക്കാരെല്ലാം ഓഡിഷനാണ്. വിശാഖിന് ഇങ്ങനെ ഒരു ക്യാരക്ടർ കൊടുക്കുമ്പോൾ അത് ഒരു എന്താ ഒരു ചലഞ്ചിങ് ഒരു ഇതുണ്ടായിരുന്നു ലൈക്ക് വിശാഖ് ചെയ്യുമ്പോഴത്തേക്കും? ഇല്ല, അയാള് ഒരു ഭീകരമായ ഒരു ഈവൽ സൈഡുള്ളൊരു അല്ല, നമ്മളുടെ എല്ലാ സൗഹൃദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമയിലുള്ളതാണ്. ഇപ്പോൾ ഫുട്ടേജ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ എനിക്ക് തോന്നുന്ന ഷൂട്ടിൻ്റെ ഒക്കെ ഇനിഷ്യൽ പ്രോസസ്സിലൊക്കെ വിശാഖിനെ നമുക്കറിയാം. പുള്ളിയെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. സോ നമുക്ക് ഫാസ്റ്റ് ആ ലുക്ക് വൈസും പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന ലുക്കൊക്കെ ആണെന്നുള്ള ചിന്തയുണ്ടായി. അങ്ങനെ കുഞ്ചാക്കോൻ്റെ ക്യാരക്ടർ ഒരു സെപ്പറേറ്റഡ് ആണ്. ഇപ്പോൾ ഇതിൽ ക്യാരക്ടർ ഫാമിലി ലൈഫ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഈ പ്രിയമണിയിലോട്ട് എത്തിയെങ്ങനെയാണ്? കാരണം വേറെ ആക്ടേഴ്സ് ഇല്ല, പ്രിയമണി തന്നെ ചെയ്യണം എന്നുള്ളത് ഡയറക്ടറിൻ്റെ ഇതായിരുന്നു അതോ? ഇല്ല, നമ്മളെല്ലാം ഇത് പല ഘടകങ്ങൾ തന്നെയാണ്, പലവിധ ഘടകങ്ങളാണല്ലോ ഒരു കാസ്റ്റിങ്ങിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാവർക്കും ഓക്കെ ആയത് പ്രിയമണിയാണ്. കാരണം നമ്മളൊരു പ്രൊഫസറായിട്ടാണ് അവതരിപ്പിക്കുന്നത്, മെച്യൂർഡ് ആവണം. അപ്പോൾ അങ്ങനത്തെ ഒരു മെച്യൂരിറ്റിയും എല്ലാം വെച്ചിട്ടും പെർഫോമൻസ് വെച്ചിട്ടും ഒക്കെ നമ്മൾ പ്രിയമണിയെ തന്നെ ചൂസ് ചെയ്തതാണ്. ടീം അത്തരം ഇതെല്ലാം ഒരു ടീം വർക്കാണല്ലോ ഇത്. പിന്നെ സിനിമയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ജെയ്ക്സാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ കണ്ടിട്ട് ഒരു ഷാഹിദ് കപൂറിൻ്റെ സിനിമകളിൽ അങ്ങനെ പ്രൊമോ സോങ്ങുകളൊന്നും ഇറങ്ങാറില്ലായിരുന്നു. ഈ സിനിമയിൽ പ്രൊമോ സോങ് ഇറങ്ങുന്നു, ബേബി ജീനൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഒരു വാണിജ്യപരമായുള്ളൊരു ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്തതാണോ അതോ അങ്ങനെ എന്തെങ്കിലും? ഇത് ജെയ്ക്സിൻ്റെ രസകരമായൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം
ജെയ്ക്സ് പ്രൊമോഷന് വേണ്ടിയാണ് ആക്ച്വലി, സിനിമയ്ക്ക് വെളിയിലാണ് ഈ സോങ് ചെയ്തത്. അപ്പം മാർട്ടിൻ ചേട്ടന് കേട്ടപ്പം മാർട്ടിൻ ചേട്ടൻ പറഞ്ഞു ഇത് പടത്തിൽ ഇത് വേണമെന്ന് പറഞ്ഞു. സോ ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ പടത്തിൻ്റെ ഇടയ്ക്ക് എഡിറ്റ് കാണാൻ മാർട്ടിൻ ചേട്ടൻ വിളിക്കും, പ്രിവ്യൂ ഇടും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ പാട്ട് കേട്ടപ്പോൾ ഞാൻ വിളിച്ച് ഈ പാട്ട് ഏതാ, എനിക്ക് ആ റെഫറൻസ് രസമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒറിജിനൽ സോങ് പുള്ളി ചെയ്തതാണെന്ന്. ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ ഭയങ്കര ഞാൻ മണിച്ചിട്ട് അത് നല്ല രസമുണ്ടല്ലോ, ആ പരിപാടി ഒരെണ്ണം പിടിച്ചാൽ കൊള്ളാലോ എന്ന് പറഞ്ഞപ്പോഴേ ഇത് ഒറിജിനലാണെന്ന് പറയുന്നത്. ഉള്ളതാണ്. കാരണം ഫസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റഡ് ആയി പോയില്ല തൊട്ട്. അപ്പോൾ അങ്ങനെ പ്രൊമോ സോങ് ഇറക്കിയതൊക്കെ ഇത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് തന്നെ അല്ല, ഇത് പടത്തിന്റെ ഉള്ളിലോട്ട് കയറ്റിയതാണ്. പടത്തിന് വെളിയിലായിരുന്നു ഈ പാട്ട് ചെയ്തത് ജെയ്ക്സ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യമേ. അപ്പം വേറൊരു പാട്ടായിരുന്നു അവിടെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷെ മാർട്ടിനും ജിത്തുവും എല്ലാവർക്കും ഈക്വലി അത് കേട്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. മാർട്ടിൻ പ്രക്കാട്ടായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയായിരുന്നു? നിങ്ങൾ ഈ ജോസഫ് കഴിഞ്ഞപ്പോൾ തൊട്ട് മാർട്ടിൻ പ്രക്കാട്ടായിട്ടൊരു ബന്ധമാണ്? അങ്ങനെയല്ല, മാർട്ടിൻ പ്രക്കാട്ടുള്ള ബന്ധം രസമാണ്. ജോജുവിന് ഈ കഥ ഇഷ്ടപ്പെട്ടിട്ട്, ജോജു മാർട്ടിൻ ചെന്ന പ്രൊഫഷൻ ഈക്വലാണല്ലോ. അപ്പോൾ ജോജു അങ്ങനൊന്നും പറയാതെ എന്നെ കഥ പറയാൻ മാർട്ടിൻ പ്രക്കാടിൻ്റെ വീട്ടിൽ വിട്ടു. മാർട്ടിൻ പ്രക്കാടിന് ജോസഫിൻ്റെ കഥ വർക്കായില്ല. പിന്നീട് പക്ഷേ അവൾ അരിലിരുന്നു, പിന്നെ നായട്ടായി, അങ്ങനെ ഇപ്പം ഒരു സഹോദരൻ എന്ന് പറയാവുന്ന ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണല്ലേ. അത് ഞാൻ ഇന്നലെയും തമാശയ്ക്ക് പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും എൻ്റെ പഴയ സുഹൃത്തുക്കളല്ല, ഈ സിനിമയിൽ വന്നിട്ടുള്ള ആൾക്കാരിൽ എവിടെയെങ്കിലും വഴി വീണ് കിടന്ന് ആദ്യമേ വരുന്ന മാർട്ടിൻ പ്രക്കാട്ടായിരിക്കും എന്ന് പറയുന്ന സ്നേഹബന്ധമുള്ള ആളാണ്. ഇപ്പോൾ ഇത്രയും സിനിമകൾ ചെയ്തു, ഇപ്പോൾ എന്തുകൊണ്ടൊരു സൂപ്പർ സ്റ്റാർ പ്രോജക്റ്റുകൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല? മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. നമുക്കൊരു കഥ വരുന്നു, നമ്മൾ ആ രീതിയിൽ പോകുന്നു എന്നുള്ള അല്ലാതെ അതിനപ്പുറം ക്യാരക്ടറായിട്ട് നമുക്ക് നമ്മുടെ കഥയുമായിട്ട് മാച്ചാവുന്ന ആൾക്കാരെന്നുള്ളേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു കഥ വരുമ്പം അവരെ കുറിച്ച് ചിന്തിക്കുന്നതാണല്ലോ നല്ലത്. ഇപ്പോൾ പുതിയ പടത്തിലാണെങ്കിലും റോഷനും ദിലീഷ് പോത്തൻ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ പേഴ്സണലി ചെറിയ കംഫർട്ട് സോണിൽ ഡയറക്റ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ പടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ അല്ല, അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും അടുത്തൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോലീസ് സ്റ്റോറി അല്ലാത്ത ചിന്തകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വീടിന്റെ ലോണൊക്കെ കഴിഞ്ഞിട്ട് സമാധാനമായി കാശൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം റിസ്ക് എടുക്കാൻ പറ്റുന്ന കാലമല്ല. കൊമേഴ്ഷ്യൽ എന്നുള്ള ചിന്തയിലേ മുന്നോട്ട് പോകാൻ പറ്റും. തിയേറ്റർ മാത്രമാണ് ഒരേ ഒരു വഴി. ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ ഇപ്പോൾ ഷാഹിഖിന് എത്ര സമയം എടുക്കും? ലൈക്ക് എത്ര നേരം? ഇപ്പോൾ ഈ ഓഫീസർ ഡ്യൂട്ടിയുടെ ഒക്കെ സ്ക്രിപ്റ്റ് എത്ര സമയം? കുറച്ച് നാളെടുക്കുന്നതാണ്. ഇപ്പോൾ പല പ്രോസസ്സിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഓഫീസർ ഓൺ ഡ്യൂട്ടി ചർച്ച ചെയ്യുമ്പോൾ തന്നെ എലവഴ പുഞ്ചിറ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഇൻബിറ്റ്വീനൊക്കെ ഒരു കൊല്ലം എടുത്ത് എഴുതിയ സ്ക്രിപ്റ്റാണ്. അപ്പം ഞാൻ നായരുടെ വർക്കിലായിരുന്നു. അപ്പം ഇവർ റൈറ്റേഴ്സ് വൈറ്റിലയിൽ എഴുതുന്നുണ്ടായിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളത് സ്ക്രിപ്റ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമല്ലോ. എങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് എഴുതാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത്? അങ്ങനൊന്നുമില്ല. എനിക്കൊരു സ്റ്റോറി ലൈൻ ഫുള്ളായിട്ട് വന്നു കഴിഞ്ഞിട്ട് മാത്രമേ എഴുത്തിനെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. അതുവരെ എഴുതാത്തില്ല. പോലീസ് സ്റ്റോറികളിൽ ഫിക്ഷൻ എലമെന്റുകൾ ആഡ് ചെയ്യാൻ, ആൾക്കാരെ ഹുക്ക് ചെയ്യാൻ വേണ്ടി ഫിക്ഷൻ എലമെന്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടി അതിപ്പോൾ എക്സ്പീരിയൻസുകളില്ലാതെ ഇങ്ങനെ ആലോചിച്ചെടുക്കുന്നതാണോ, അതോ എവിടെയെങ്കിലും കണ്ടു കിട്ടും പറഞ്ഞ ചില കേസുകൾ കാര്യങ്ങൾ അതൊക്കെ വെച്ചിട്ട് എഴുതുന്നതാണ്? അങ്ങനെ സിനിമ നമ്മളിപ്പോൾ നമ്മൾ വായിച്ച പുസ്തകങ്ങളെ പലരും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, സിനിമകൾ സ്വാധീനിക്കാറുണ്ട്, അല്ലെ കേട്ട ചെറിയ രീതിയിൽ ഈ പറയുന്ന കേട്ട കഥകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അകത്തൊക്കെയാണ് തലച്ചോറിൽ നിന്ന് അപ്പോൾ വരുന്നത് എന്താണോ നമ്മുടെ മെമ്മറി കിടക്കുന്ന സാധനങ്ങൾ പുറത്തോട്ട് വരുന്നേ ഉള്ളത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഈ പടം അല്ലാതെ വേറെ എന്തെങ്കിലും പടങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതേതെങ്കിലും സംവിധായകനായിട്ട്? ഇങ്ങനെയാണ്, അതൊരു ആലോചനയിലാണ്, എപ്പോഴത്തേക്കെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ രതീഷ് അമ്പാട്ട് അദ്ദേഹമായിട്ടൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റർ? ഞാൻ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. എനിക്ക് വലിയ പടങ്ങൾ ചെയ്യാൻ അതിൽ അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് വലിയ പടങ്ങൾ ചെയ്യുമ്പോൾ അത് എങ്ങനത്തെ ടൈപ്പ് പടങ്ങളായിരിക്കും? ലൈക്ക് അതും ഒരു പോലീസിനാണ്. വരാൻ പോകുന്ന പടങ്ങളൊക്കെ പോലീസ്? രണ്ടെണ്ണം കൂടെ. അത് കഴിഞ്ഞിട്ടൊരു കൊമേഴ്ഷ്യൽ എന്നുള്ള ചിന്ത അല്ല, തിയേറ്റർ എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ് കൊമേഴ്ഷ്യൽ പരിപാടികളിലോട്ട് പോകേണ്ടി വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഓഫീസർ ഡ്യൂട്ടി ഒരുപാട് തിയേറ്ററിൽ ഇപ്പോൾ നല്ല നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എന്തൊന്നും ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം ഞാൻ ഇങ്ങോട്ട് വരുമ്പം പറയുമായിരുന്നു, നമുക്ക് അവാർഡ് കിട്ടുന്ന സന്തോഷമാണില്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷേ അതിനേക്കാളും ഭയങ്കര ഫീലായിരുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് നോക്കുന്നു എത്രയും മെൻഷനിങ് വന്നിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പോലും പറ്റാതെ, നോക്കാൻ പോലും പറ്റാതെ വന്നു. ചിലപ്പോൾ എനിക്ക് അത് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ഭീകര സക്സസിൻ്റെ ഭാഗമാവുന്നത്. അതുവരെ മറ്റേ ഷാഹിഖ് കബീർ ഡാർക്ക്. അപ്പോൾ അതിൽ നിന്നും ഭയങ്കര ആൾക്കാരുടെ റെസ്പോൺസുകൾ, അല്ലെങ്കിൽ എൻ്റെ 2 മക്കളും ആദ്യമായിട്ടാണ് ഒരു സിനിമ കണ്ടിട്ട് നിങ്ങളുടെ സിനിമ കൊള്ളാമെന്ന് പറഞ്ഞത്, എൻ്റെ മോളും മോനും. അപ്പം അത് ഭയങ്കര രസമാണ്. ഇവിടെ അവർക്ക് മറ്റേ കഴിഞ്ഞ് ചെയ്ത പടങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ ഇലവിഴ പൂഞ്ചിറ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് എൻ്റെ മാമെന്ന് പറഞ്ഞത്, ഞാനൊന്നും പറയുന്നില്ല, റിവ്യൂ പറഞ്ഞാൽ മോശമാകും, ഞാൻ പറയുന്നത് ശരിയല്ലോ എന്ന് പറഞ്ഞു പോയത്. ഡാർക്കല്ല, അവർക്ക് പേസ് വർക്കല്ല, അങ്ങനത്തെ ഒരു ഇമോഷൻ എടുക്കാൻ അവരായിട്ടില്ലായിരിക്കും. അതാണ്. അല്ല, ഇപ്പൊ ഈ ഓഫീസേഴ്സ് ഡ്യൂട്ടിയാണ് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഹാപ്പി. അത് ജോസഫ് ആണെങ്കിലും ആർക്കും അങ്ങനെ ജോസഫ് ഇഷ്ടമായിരുന്നു. എന്നാലും ജോസഫിൻ്റെയും ഈ പറയുന്ന ഇൻറ്റൻസ് പരിപാടികൾ
അല്ലെ ഭയങ്കര സ്ലോ പേസ്ഡ് ആണല്ലോ പിള്ളേർ. ഇത് യൂത്തിന്റെ പരിപാടിയായിട്ടാണ് ഇത് പിള്ളേരെ കാണുന്നു. ഓക്കെ ഫൈറ്റ് അപ്പുറം ഇപ്പുറം ഓരോ സീനുകളും ഇതെല്ലാം ഏജ് കാറ്റഗറിക്കും വർക്ക് ആവുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ ആദ്യ ദിനം ഇങ്ങനെ ഒരുപാട് കംപ്ലൈന്റ് വരുന്നുണ്ട്, ചിത്രത്തിൽ എന്തോ എഡിറ്റിന്റെ എന്തോ പ്രശ്നമുണ്ട്, പിന്നെ ഡബിങ്ങിന്റെ ലിപ്സിംഗ് പ്രശ്നം. പലപ്പോഴും ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയങ്ങളിലും അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലും അതിന്റെ ലാസ്റ്റ് പ്രോസസ്സിന്റെ ഭയങ്കര ടൈം ലിമിറ്റ് റൺ ചെയ്തൊക്കെ കയറിപ്പോയതാണ്. അപ്പം അതിൻ്റെതായ ചില എറേഴ്സ് ഉണ്ടായിരുന്നത്. ഇപ്പം പൂഞ്ചിറ മാസ്റ്റർ ചെയ്തിട്ട് ഫുൾ ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ പോകുന്നതാണ്. അപ്പം അതിൻ്റെ അകത്ത് 1-2 തെറി ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. അപ്പം അത് കളയേണ്ടി വന്നു കിട്ടാൻ വേണ്ടി. അത് കഴിഞ്ഞ് അവരത് കട്ട് ചെയ്ത് കേട്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ തിയേറ്ററിൽ വരുമ്പം പലയിടത്തും സൗണ്ട് കേൾക്കാതായി. സൗണ്ട് ഇല്ല. അത് ടെക്നിക്കൽ എറേഴ്സ് ചെയ്തു. ഇപ്പോൾ സിസ്റ്റം ആണല്ലോ മൊത്തം. അപ്പം അതിൻ്റെ അത് നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2 ദിവസത്തിനുള്ളിൽ. ഇലവിഴ പൂഞ്ചിറയുടെ മെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ശബ്ദം തന്നെയാണ്. കാരണം ആ മറ്റേ ഈ മലയുടെ മുകളിലുള്ള ഇടിമിന്നലും ശബ്ദം തന്നെയാണ് ആ സിനിമയുടെ ഒരു മെയിൻ കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ് എങ്ങനെയാണ്, അതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയും കൂടിയാണ്. അല്ലേ, ഞാൻ ഏറെക്കുറെ എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ ഇറാനിയൻ സിനിമകളും അല്ലെ പഴയ യൂറോപ്യൻ അങ്ങനത്തെ സിനിമകളുടെ ഒരു ഇഷ്ടമാണ് എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സൗണ്ട് ഡിസൈനാണ് മ്യൂസിക്കിനേക്കാളും പേഴ്സണലി എൻ്റെ ചോയ്സ് വരുന്നത്. ഇപ്പോൾ ഇലവിഴ പൂഞ്ചിറ അങ്ങനെയുള്ള ഒരു സ്പേസ് നമുക്കെല്ലാം ഉപയോഗിക്കാം. കാരണം നമ്മൾ വിൻമില്ല് വെച്ചത് ശബ്ദത്തിന് വേണ്ടിയാണ് ആക്ച്വലി. കാരണം കഥാപാത്രത്തിൻ്റെ മൂഡിനനുസരിച്ച് വിൻമില്ലിൻ്റെ ശബ്ദം മ്യൂസിക്കായിട്ട് ഉപയോഗിക്കുക എന്നുള്ള ചിന്തകളും, കാറ്റ് പോലും പിച്ച്ഡായിരുന്നു പലതും. മ്യൂസിക് ഡയറക്ടർ കൂടെ ഉണ്ടായിരുന്ന ഒരു പിച്ച് ഇതാണ് തകിടിൻ്റെ ശബ്ദങ്ങൾ. അപ്പോൾ അത്തരം സാധനങ്ങൾ വെച്ച് ഷീറ്റ് എല്ലാം. അപ്പോൾ അത്തരം ഒരു തീരുമാനത്തിലാണ് ആ പടം തുടങ്ങിയത്. ശരിക്കും അത് സൗണ്ട് ഡിസൈൻ ചെയ്തതിന് ശേഷം മാത്രമാണ് മ്യൂസിക് തുടങ്ങിയത്. ഇലവിഴ പൂഞ്ചിറയിൽ സൗബിൻ സുധി കോപ്പ ഈ ഒരു കോമ്പോയിലോട്ട് എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? സുധി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്, നല്ല സുഹൃത്താണ്. സുധീർ ഷാറാണ് ഇതൊരു ആഗ്രഹിക്കുന്നുണ്ട്. പുള്ളി നല്ല പെർഫോമറാണ്. നമ്മൾ ഒരു സിനിമയിലും പലതും പലതായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ റോന്തിലും ഉണ്ട്, പക്ഷെ പുള്ളി ഒരു സീനിലൊക്കെ ഉള്ളൂ, പക്ഷെ ഭയങ്കര രസമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊന്ന് ചെയ്തിട്ട് പോകുന്നതാണ്. അപ്പം സുധി സൗഹൃദമുള്ളതുകൊണ്ട് ഒരു സ്ഥലത്ത് സുധി നമ്മൾ ആദ്യമേ തീരുമാനിച്ചാണ്. അപ്പുറത്തെ സൈഡ് യാദൃശ്യമായിട്ട് അന്വേഷിച്ചത്. അദ്ദേഹത്തെ കാണുമ്പോൾ ഇങ്ങനൊരു കഥ ചെയ്യണമെന്ന് പറഞ്ഞപ്പം കഥ കേട്ടപ്പോൾ പുള്ളി ചോദിച്ചു സൗമ്യം പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം നമ്മൾക്ക് പലപ്പോഴും കോണ്ടാക്ട് ഇല്ല. അപ്പം സൗബിനെ പുള്ളി വിളിച്ചു പറഞ്ഞ് അങ്ങനെയാണ് ഒരു കഥ പറയുന്നത്. അൻവർഷിത് വഴിയാണ് സൗബിനെ. പിന്നെ ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂലും തോന്നുന്നു ജോസഫ് ആദ്യം എഴുതിയത് മമ്മൂട്ടിക്ക് വേണ്ടിയാണെന്നത്. അങ്ങനെ മമ്മൂട്ടിയുടെ മനസ്സിൽ കണ്ട് എഴുതിയ അല്ല, അങ്ങനെ തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു, പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടാണ്. അപ്പം പക്ഷേ ഞാനത് കഥ മമ്മൂക്ക കേട്ടിട്ടില്ല ആക്ച്വലി. പുള്ളിയുടെ ഇതുണ്ട് ജോർജ് എന്ന് പറയുന്ന അദ്ദേഹമാണ് കേട്ടപ്പോൾ അദ്ദേഹം ഒരു ഷോർട്ട് സ്റ്റോറിയുടെ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. കാരണം നമ്മളൊരു കഥ പറയുമ്പം വലിച്ചു നീട്ടി പറയാതെ ഷോർട്ടായിട്ട് പറഞ്ഞാണ്. അപ്പം ഞാനത് എഴുതിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു 1 ലൈൻ. അങ്ങനെ പോയി 1 ലൈൻ എഴുതിക്കൊണ്ട് വന്നു. പക്ഷേ പിന്നീട് അത് സംസാരിക്കാനോ കാണാനോ പറ്റിയില്ല. പിന്നെ അതങ്ങ് പോയി. പിന്നെ ഈ ഐഡിയ ജോജിൻ്റെ അടുത്ത് വന്നപ്പം എനിക്ക് കുറേ കൂടെ ഫ്രീഡം കിട്ടി. പക്ഷേ നമുക്ക് ആവുന്നതിനേക്കാളും വേറെ ഫ്രീഡത്തിൽ ഈ കഥ എഴുതാൻ പറ്റി എന്നുള്ളതാണ്. ഈ നായാട്ടിലോട്ട് വരുമ്പോൾ മാർട്ടിൻ ബ്രക്കാട്ടിൻ്റെ സംവിധാനമാണല്ലോ, അതുപോലെ തന്നെ ഷാഹിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇതിൽ. സ്റ്റാർട്ടിങ്ങിൽ മറ്റേ ഈ ഒരു സീനുണ്ട്, ഈ മറ്റേ ആ യുവാവ് വന്നിട്ട് മറ്റേ മുറുക്കാൻ തുപ്പുന്നൊരു സീനുണ്ടല്ലോ. അപ്പോൾ ജോജു ഒന്ന് തുടയ്ക്കാൻ പറയുന്ന സീൻ. അപ്പോൾ അത് മാർട്ടിൻ ബ്രക്കാട്ട് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആ സമയത്ത് ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? കാരണം മാർട്ടിൻ ബ്രക്കാട്ട് എല്ലാം ഇങ്ങനെ അഭിനയിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് ആക്ടേഴ്സ് ചെയ്യുന്നത്. അതായത് മാർട്ടിൻ ചേട്ടൻ ആർട്ടിസ്റ്റിനെ ഡീൽ ചെയ്യുന്നത് ഭയങ്കര രസമാണ്. അതായത് രസകരമായ ഇതായിട്ട് പറയുകയാണെങ്കിൽ ദിനേഷിനെ ആർക്കും അറിയില്ല, പുതിയ കാസ്റ്റാണ്. 2ാമത്തെ സെറ്റ് വരുമ്പോൾ മാറ്റിച്ചേട്ടൻ പറഞ്ഞു നീ എല്ലാവരും ഒന്ന് പേടിപ്പിച്ചിട്ട് വരാൻ പറഞ്ഞു, എന്നിട്ട് ടെറർ ഒന്ന് കാണട്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് അച്ഛൻ അവിടെ കയറി വന്ന് എല്ലാവരും, അപ്പോൾ ആൾക്കാരൊക്കെ ഇത് ആരാണ് ഈ സെറ്റ് വന്നിട്ട്, പക്ഷെ എല്ലാവരും പേടിച്ചു പോയി എന്ന് പറയുന്ന രസകരമായ സാധനമാണ്. അപ്പം മാറ്റിച്ചൻ അങ്ങനെ ഡീറ്റെയിൽ ചെയ്തു, പുതിയ ആർട്ടിസ്റ്റാണ്. പിന്നെ എല്ലാം മാറ്റിച്ചനും വളരെ നൈസായിട്ട് ഡീൽ ചെയ്യുന്ന ആളാണ്. പുള്ളി ഡ്രാമ അങ്ങനെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്നുകൊണ്ട് അങ്ങനത്തെ കൊറിയോഗ്രാഫിയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ്. ഈ കഥാ പശ്ചാത്തലം എപ്പോഴും ആലോചിക്കുന്നത് ഒന്നെങ്കിൽ കേരളം അല്ലെങ്കിൽ പല സ്റ്റേറ്റ്സിലാണല്ലോ ഇപ്പോൾ കഥ. ഇപ്പോൾ ഓഫീസിൽ ഡ്യൂട്ടി ആണല്ലോ ബാംഗ്ലൂരിൽ. അപ്പോൾ ഈ തേടിപ്പോകുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു ലൈഫ് കാണിക്കുന്നത് അതെങ്ങനെ ചലഞ്ചിങ് ആണോ ലൈക്ക് എഴുതുമ്പോൾ? സിനിമയല്ലേ പോവും. കാരണം ഏറ്റവും ഇതിപ്പം നായാട്ടായിരുന്നു എൻ്റെ വേറൊരു നായാട്ട്. ഇവർ രക്ഷപ്പെട്ടു, ഇവർ എവിടെ പോകുമെന്ന് എനിക്കറിയില്ല. കാരണം പിന്നെ നമ്മൾ സിനിമ ഇൻഫ്ലുവൻസ്ഡാണ്. ഇവർ കേരളം വിട്ടാലെന്നുള്ള ചിന്തകൾ, അങ്ങനത്തെ ചിന്തകളിലൊക്കെ പോയി നമുക്ക് അത്രയും പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ട സിനിമകളുടെ മീറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് വട്ടോടെ ചെല്ലേണ്ടി വന്നത്.
അവിടെ ഒരു മൂർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ സുഹൃത്ത് കണക്കാണ്, ബ്രദറിനെ കണക്കാണ്. അവൻ്റെ കോട്ടേജിൽ നിൽക്കുമ്പോഴാണ് അവിടെ വഴക്ക് നടക്കുന്നത്. ശരിക്കും അവിടെ ഒരു വഴക്ക്, ഈ ആൾക്കാർ തമിഴ് ഭയങ്കര ലൗഡായിട്ടാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ മൂർത്തി അവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതൊന്നുമില്ല ചേട്ടാ, വെള്ളം പോകുന്ന കാര്യമാണ്, അത് ഞങ്ങൾ കുടുംബക്കാരാണ്, അത് പറഞ്ഞു തീർത്തുള്ളൂ, അങ്ങോട്ട് നോക്കേണ്ടത്. സോ അവിടുന്ന് ഞാൻ പടത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം സിസ്റ്റം അകത്തോട്ട് വരാതെ പുള്ളി പറയുന്ന ഞാൻ അപ്പുറത്തോട്ട് പറഞ്ഞ് എന്നേ ഉള്ളൂ. കാരണം ഈ ഒരു വഴക്ക് തീരുമാനിക്കണേ, അതിർത്തി വഴക്കുകൾ തീരുമാനിക്കണേ കോടതി ചെല്ലണം, ഈ സ്ഥലമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കോടതിയിലായിരിക്കും അതിൻ്റെ വിധി വരുന്നത് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അവിടെ നിന്നുണ്ടായി. അപ്പോഴാണ് ആലോചിച്ചത് ശരിക്കും ഇവർ മൂർത്തിയുടെ സ്ഥലത്താണ് വന്ന് താമസിക്കുന്നത് എന്താണെന്നുള്ള ചിന്ത ഉണ്ടായത്. സോ അങ്ങനെ ആ സ്പേസ് നമ്മളെ മാറ്റി പുതിയൊരു സ്ഥലത്തോട്ട് മാറ്റി ചിന്തിപ്പിക്കും കഥ. ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ്, കഥ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ട്രാവൽ ഇപ്പം ലൊക്കേഷൻസ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയാറുണ്ട്, ഇപ്പം നമ്മൾ ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണെങ്കിൽ പോലും ഞാൻ കേരളത്തിന് വലിയ ട്രാവൽ ചെയ്തിട്ടില്ല. അങ്ങനെ അപ്പോൾ ചെന്നൈ പോയിട്ടേ ഉള്ളൂ. അപ്പം ശരിക്കും ഞാൻ പ്രൊഡ്യൂസർക്ക് ആദ്യമേ പറഞ്ഞതാണ് ഇങ്ങനെ സ്ഥലം കാണണമെന്ന്. ഞാൻ ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസറായ രഞ്ജിത്ത് നായരും ഞാനും കൂടെ ഇവിടുന്ന് മൈസൂറും അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. മൈസൂർ, ബാംഗ്ലൂർ. ലൊക്കേഷനല്ല, എൻ്റെ ഒരു കഥയ്ക്ക് മുമ്പ് വെറുതെ എന്താണ് ആ സ്ഥലങ്ങൾ, എന്താണ് പരിപാടി, നമുക്ക് എത്രത്തോളം എന്ത് വർക്കാവും എന്നറിയില്ല. പക്ഷെ അതൊന്ന് എക്സ്പീരിയൻസ് ആണെന്നുണ്ട് ഇങ്ങനെ ട്രാവലും പരിപാടിയായിട്ട്. ഇത് കഴിഞ്ഞ് ഞാനും ജിത്തും രഞ്ജിത്തും എല്ലാം കൂടെ മണിപ്പാൽ പോയിട്ടുണ്ട്, ബാംഗ്ലൂർ പോയിട്ടുണ്ട്. ഞാൻ കാണാത്തൊരു സ്ഥലമല്ല, ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ എഴുതുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ ഈ ഓഫീസേഴ്സ് ഡ്യൂട്ടിയുടെ സ്ക്രീനിങ് കഴിഞ്ഞിട്ട് ജിത്തു അഷ്റഫ് പൊട്ടിക്കരയുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇമോഷണൽ വ്യക്തിയാണ്. പുള്ളി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി. അല്ല, കാരണം പുള്ളി, എനിക്ക് തോന്നുന്നു പുള്ളിയുടെ സുഹൃത്തുക്കളൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. പുള്ളിയും ഞാൻ പറഞ്ഞു എൻ്റെ സുഹൃത്തിൻ്റെ ഏട്ടനായിരുന്നു. പുള്ളി സിനിമ എന്ന് പറയുന്ന ഒരൊറ്റ സ്വപ്നത്തിൽ കാണുന്ന ആളാണ്. എത്ര വർഷമായിട്ട് എനിക്കൊന്ന് ബ്ലസ്സി സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് കയറിയാണ്. ഇത്രയും വർഷം ആ സിനിമ എന്ന് പറഞ്ഞ പാഷൻ്റെ പുറകെ നടന്ന ആളാണ്. പുള്ളിക്ക് ഇമോഷൻ ആവാം ഫസ്റ്റ് പടം ഇത്രയും നാളും കഴിഞ്ഞ്, അതും നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടുമ്പോൾ അറിയാതെ പെട്ടുപോകും. അത് ചാക്കോച്ചനായിട്ട് കെട്ടിപ്പിടിക്കുന്ന ഒരു സീനാണ്. ചാക്കോച്ചനും ഭയങ്കര ഇമോഷണൽ. പുള്ളി പെട്ടുപോയി, പുള്ളിക്ക് ഇമോഷൻ തടുക്കാൻ പറ്റാതെ കരഞ്ഞുപോയി. ഞാനൊരു ഗ്ലാസ് ചായയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നു, വന്ന് കെട്ടിപ്പിടിച്ച് അപ്പുറത്താളുടെ ദേഹത്തോടൊക്കെ ചായ പോയെന്ന്. ഈ ചാക്കോച്ചനും എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അദ്ദേഹം ഇതുവരെ ചെയ്തു വെച്ചിട്ടൊരു അത് കരിയർ ബെസ്റ്റ് ഒരു പടം തന്നെയാണ്. അപ്പോൾ ചാക്കോച്ചന് ഏറ്റവും നല്ല പെർഫോമൻസ്. ഞാൻ ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചിലാണെങ്കിലും മ്യൂസിക് ലോഞ്ചിലാണെങ്കിലും ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം ചാക്കോച്ചൻ്റെ പെർഫോമൻസ് ആണ്. അത് അദ്ദേഹം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഈ ഡ്രഗ് യൂസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് എഴുതുമ്പോഴത്തേക്കും ഇത് ഒരുപാട് കാണിക്കുന്നുള്ളതുകൊണ്ട് ഇത് യുവാക്കൾക്ക് വേറെ എന്ത് രീതിയിൽ ഒരു പ്രൊമോട്ടിങ് ഇതാവോ അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, ക്യാരക്ടേഴ്സ് എന്താണെന്ന് നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ. അവരുപയോഗിച്ചിട്ട് അവരുടെ പ്രവൃത്തിയാണല്ലോ നെഗറ്റീവ് ആണെന്ന് ജനത്തിന് മനസ്സിലാവേണ്ടത്. ഇത് കഴിഞ്ഞ ഒരു പ്രസ് മീറ്റ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മോനോട് ഞാനത് പറയാറുള്ളതാണ്. കാരണം നമ്മളിത് കാണുന്നതാണ്, ഭയങ്കര അനുഭവങ്ങളാണ്. ഒരു പുതിയ പടത്തിൻ്റെ ആവശ്യമായിട്ട് നമ്മൾ ചില റെസ്റ്റോറൻറ്റുമായിട്ട് ഒരാളെ കണ്ടപ്പം ആ പുള്ളിക്കാരൻ ഒരു പെൺകുട്ടിയുടെ പടം കാണിച്ചു തന്നു, ഒരു 6 മാസത്തെ ഗ്യാപ്പ്. അതിസുന്ദരിയായ ഒരു പെൺകുട്ടി 6 മാസത്തെ എന്താ പറഞ്ഞ മറ്റേ കെമിക്കൽ ഡ്രഗ്സ് ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടി വരും. അതേ കണക്കത്തെ രൂപമാറ്റമായിപ്പോയി. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് നല്ല ഭയമാണ്. നമ്മുടെ കുട്ടികൾക്ക് അത് വരിക എന്ന് പറയുന്നത് അത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന ഒരേ ഒരു കാര്യമുള്ളൂ പറയത്തുള്ള, പഠിച്ചാലും ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല, ഇതൊഴിച്ച് ഈ പരിപാടിക്ക് പോകരുത് പ്ലീസ് എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി തിയേറ്ററിൽ നിറഞ്ഞു ഓടുകയാണ്. ഇനിയും നല്ല വിജയമാവട്ടെ ചിത്രം, 100 ദിവസം ഓടട്ടെ. അതുപോലെ തന്നെ പുതിയ ചിത്രം ഇപ്പോൾ പുതിയ ചിത്രത്തിൻ്റെ അനൗൺസ് ചെയ്തു, അത് നല്ലൊരു വിജയമാവട്ടെ. ഇനി മറ്റേ വീടിൻ്റെ മറ്റല്ലോ പോലീസ് സ്റ്റോറി തമാശക്ക് പറഞ്ഞാൽ കേട്ടോ. കാരണം പറയുമല്ലോ കൊമേഴ്സ്യലാണ് അല്ലേ നമ്മൾ പെട്ടുപോകും. കാരണം ഈ പറയുന്ന സിനിമയിൽ ഇപ്പോൾ OTT എന്നൊക്കെ പറയുന്ന പടങ്ങൾ എടുക്കാതാവുന്ന സമയത്ത് നമുക്ക് തിയേറ്റർ എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യത്തിൽ ഇനി സിനിമ ചെയ്യാൻ പറ്റും. ഒരുപാട് എഴുതാൻ കഴിയട്ടെ. മറ്റേ പോലീസ് സ്റ്റോറി അല്ലാത്തൊരു സിനിമ മലയാളികൾ ഷാഹിദ് കപൂറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അതും വരട്ടെ. എനിക്കും ആഗ്രഹമുണ്ട്. വരാൻ പോകുന്ന പടങ്ങൾക്കെല്ലാം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.